കൊടിഞ്ഞിയിൽ നമുക്കറിയാം ധാരാളം ഇരട്ടകൾ. ആ ഇരട്ടകളെയൊക്കെ സംബന്ധിച്ച മസ്അലകൾ നമ്മുടെ ഉലമാ ചർച്ച ചെയ്യുന്നുണ്ട്. ഇരട്ടകളിൽ ഒന്നിൻ്റെ നിക്കാഹ് നടത്തിയപ്പോൾ പേര് പറഞ്ഞത് മാറിപ്പോയി. ഇനി എന്തു ചെയ്യുമെന്നൊരു പ്രശ്നം. എന്തു ചെയ്യാൻ? ഉടനെ പൊന്മള ഉസ്താദിനെ വിളിക്കുകയാണ്. ആ ബന്ധപ്പെട്ട നിക്കാഹ് മൂത്തത് 1, 2, 3 മിനിറ്റുകൾ കൊണ്ടെങ്കിലും അങ്ങനെ മൂത്തത് ഉണ്ടാകുമല്ലോ. അതിനെയാണോ നിശ്ചയിച്ചത്? അതാണോ ചൊല്ലിക്കൊടുത്ത ആളുടെ ഓർമ്മയിൽ ഉള്ളത്? ഏറ്റുവാങ്ങിയ ആൾക്കും അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടായിരുന്നുവോ? എന്നാൽ പിന്നെ ഇവിടെ പേര് മാറിപ്പോയത് കൊണ്ട് പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ആ നിക്കാഹിൻ്റെ സന്നിഗ്ധ ഘട്ടത്തിൽ ചിലർ തൊലാഖ് എന്ന് പറഞ്ഞു, ചിലർ എഴുത്താന്ന് പറഞ്ഞു, ചിലർ സ്വഹീഹല്ല എന്ന് പറഞ്ഞു. വെപ്രാളപ്പെട്ട് നാലുപാടും പായുമ്പോൾ ഒരു ഫോൺ കോളിൻ്റെ അപ്പുറത്ത് പരന്ന പാണ്ഡിത്യത്തിൻ്റെ വിശാലമായ കാഴ്ചപ്പാടുമായി ബഹുമാനപ്പെട്ട മുഹയ്യിസുന്ന പൊന്മള ഉസ്താദ് ഉണ്ടായിരുന്നത് കൊണ്ട് ആ പ്രശ്നം ചെറിയ ഒരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് പറയുന്നത് പോലെ അവിടെ തീരുന്നുവെങ്കിൽ ആഴത്തിലുള്ള പാണ്ഡിത്യം തീർച്ചയായും ഈ ഉമ്മത്തിന് ഏറ്റവും വലിയ സേവനമാണ്. SSF മെമ്പർഷിപ്പ് ഉണ്ടായില്ല. SYS ഔദ്യോഗികമായി പ്രവർത്തനത്തിൻ്റെ പക്ഷത്ത് ഉണ്ടാകുന്നതിന് മുമ്പ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ അംഗമായതാണ് പൊന്മള ഉസ്താദ് അവർകളുടെ ജീവിതത്തിൽ അല്ലാഹു നൽകിയ ഭാഗധേയമെങ്കിൽ പാണ്ഡിത്യം തന്നെയാണ് ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ നടുനായക വ്യക്തിത്വങ്ങൾക്കിടയിൽ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കാൻ ആ വലിയ മഹാനവർകളെ വലിയ മനുഷ്യന് ധൈര്യം നൽകിയത്.